മലയാളത്തെ പ്രകാശഭരിതമാക്കിയ മഹാക്ഷരങ്ങൾക്ക് വിട. എം.ടിക്ക് മരണമില്ല. മലയാളമുള്ള കാലത്തോളം. നിളയുടെ തീരത്തു നിന്നും കടൽ പോലെ കാലത്തോളം പരന്നൊഴുകിയ മലയാളത്തിന്റെ അഭിമാനത്തിന് ന്യൂസ് 18 കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പുറം കാഴ്ചയിൽ ചെറിയൊരു തീ. ഈ വൈദ്യുത ചിതയ്ക്കുള്ളിൽ എല്ലാം എരിയുന്ന തീഗോളം. ഉള്ളിൽ എരിഞ്ഞമർന്ന് ചാരമായി എം.ടിയുടെ ശരീരം. ഒരു തീയിലും എരിഞ്ഞമരാത്ത എം.ടിയുടെ അക്ഷരങ്ങൾ മരണമില്ലാതെ തുടരും. പുഴ പോലെ കാലങ്ങളിലൂടെ അത് ഒഴുകും. മാവൂർ റോഡ് വൈദ്യുത ശ്മശാനത്തിലെ ആദ്യ സംസ്കാരം. ഇനിയും എത്രയോ കാലം, എത്രയോ മനുഷ്യർ അന്ത്യവിശ്രമത്തിനെത്തേണ്ട ഇടം. ഇവിടെ ആദ്യം എരിഞ്ഞടങ്ങിയയാൾ എം.ടി. വാസുദേവൻ നായരാണ്. യാദൃശ്ചികതയാണെങ്കിലും ഇതുമൊരു അടയാളപ്പെടുത്തലാണ്. മരണമില്ലാത്ത വാക്കുകളാൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരുടെ മരിച്ച ശരീരവും അടയാളമിട്ടാണ് മടങ്ങുന്നത്. എം.ടി. സിനിമകളിലെ നായകന്മാരുടെ അവസാന യാത്ര പോലെ. മലയാളിക്ക് ആരായിരുന്നു എം.ടി? മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന സാഹിത്യകാരന്റെ പേരാണ് എം.ടി. വാസുദേവൻ നായർ. ഈ മലയാളി ഓർമ്മയ്ക്ക് സാഹിത്യാസ്വാദകർ എന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. അത്രമേൽ മലയാളത്തിൽ പതിഞ്ഞുപോയ പേരാണത്. ആർ കിരൺ ബാബു തയ്യാറാക്കിയ എം.ടിയുടെ ജീവിതരേഖയിലേക്ക്. കൂടല്ലൂരുകാരി അമ്മാളുവമ്മ 4ാമത് ഗർഭം ധരിച്ചപ്പോൾ പെൺകുഞ്ഞാവണമെന്നായിരുന്നു പ്രാർത്ഥന. നാരായണൻ നായർക്കും അമ്മാളുവമ്മയ്ക്കും മുമ്പ് പിറന്നത് 3 ആൺകുട്ടികളായിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി നോക്കിയ വൈദ്യൻ അത് അലസിപ്പിക്കാൻ നിർദ്ദേശിച്ചു. അലസിപ്പിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും 1933 ജൂലൈയിൽ ആ കുഞ്ഞു പിറന്നു. ആരോഗ്യം കുറഞ്ഞ വാശിക്കാരനായ ആ കുഞ്ഞിനെ നോക്കി അമ്മ ഇടർച്ചയോടെ പറയാറുണ്ടായിരുന്നത്രേ, അന്ന് എല്ലാവരും കൂടി കൊല്ലാൻ നോക്കിയ കുട്ടിയാണിത്. അലസിപ്പിക്കലിനെ അതിജീവിച്ച് കടന്നു വന്ന ആ കുട്ടിയുടെ ഗർഭത്തിൽ നിന്ന് പിറന്നതൊക്കെയും ആയുസ്സറ്റുപോകാത്ത രചനകളായിരുന്നു. മലയാളത്തെ ഇത്രമേൽ അടയാളപ്പെടുത്തിയ മറ്റൊരു സാഹിത്യകാരൻ ഉണ്ടാവില്ല. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, ചെറുകഥാകൃത്ത്, സാഹിത്യകാരൻ, നാടകൃത്ത്, പത്രാധിപർ. എം.ടി. വാസുദേവൻ നായർ എന്ന പേരിനൊപ്പം ചേർക്കാനുള്ള വിശേഷണങ്ങളുടെ നിര ഇനിയും നീളും. ജ്ഞാനപീഠം, പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, പുരസ്കാര പട്ടികയും തീരില്ല. ഒറ്റപ്പെട്ട ബാല്യത്തിൽ തന്നെ സാഹിത്യത്താൽ പേരടയാളപ്പെടുത്തി. വിക്ടോറിയ കോളേജ് പഠനകാലത്ത് ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ. പിന്നീടങ്ങോട്ട് എം.ഡിയും വായനക്കാരും വിശ്രമിച്ചിട്ടില്ല. പാതിരാവും പകൽ വെളിച്ചവും, 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, 2ാമൂഴം, വാരണാസി. മലയാളികളുടെ പല തലമുറ ആർത്തിയോടെ വായിക്കുന്ന നോവലുകളുടെ നിര നീളും. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാനപ്രസ്ഥം, ഷെർലക് തുടങ്ങി ചെറുകഥാ സമാഹാരങ്ങൾ. ഓളവും തീരവും, മുറപ്പെണ്ണ് മുതൽ പഴശ്ശിരാജ വരെ മലയാള സിനിമയെ തന്നെ മാറ്റിമറിച്ച തിരക്കഥകൾ.
നിർമാല്യം മുതൽ ഒരു ചെറുപുഞ്ചിരി വരെയുള്ള 7 സിനിമകളുടെ സംവിധാനം. ശ്രീകോവിലെ ബലിക്കല്ലിൽ വായിലെ ചോര തുപ്പുന്ന വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച നിർമാല്യം പോലൊരു ചിത്രം ഇന്നായിരുന്നെങ്കിൽ ചെയ്യാനാകുമോ എന്ന് MDയുടെ ചോദ്യം പോലെ മൂർച്ചയേറിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങൾ. ആദ്യം ജീവിത പങ്കാളിയായത് എഴുത്തുകാരി പ്രമീള. 1977 മുതൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതി. 2 പെൺമക്കൾ സിതാരയും അശ്വതിയും. നിളയുടെ തീരത്തുനിന്നും കടൽ പോലെ കാലത്തോളം പരന്നൊഴുകുന്ന മലയാളത്തിന്റെ അഭിമാനമേ വിട, നന്ദി. ലിറ്റററി ഡെസ്ക്, ന്യൂസ് 18. മലയാളത്തിന്റെ അക്ഷരസൂര്യൻ MT വാസുദേവൻ നായർ. മലയാളത്തിലെഴുതി ഭാഷയെ ലോകത്തോളം വലുതാക്കിയ സാഹിത്യകാരനാണ് ഓർമ്മയാകുന്നത്. മലയാളത്തെ MT എങ്ങനെ അടയാളപ്പെടുത്തിയെന്ന് മഞ്ജുഷ് ഗോപാൽ വിവരിക്കുന്നു. മലയാള സാഹിത്യത്തെയും ഭാഷയെയും ലോകത്തോളം വളർത്തിയ മഹാ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ലോക നിലവാരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് വായനക്കാരെ ഭ്രമിപ്പിച്ച MT മടങ്ങുമ്പോൾ മലയാളിക്ക് അതെക്കാലത്തെയും വലിയ ശൂന്യതയാണ്. MT എന്ന ആൽമരത്തിന്റെ തണൽ നഷ്ടപ്പെട്ട വേദനയിലാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും. അത്രയ്ക്കാണ് MT എന്ന 2 അക്ഷരം മലയാളിയിൽ ചെലുത്തിയ സ്വാധീനം. കൂടല്ലൂരിൽ ജനിച്ച് സ്വയം ഇതിഹാസമായി മാറിയ ജീവിതം, സ്കൂൾ കാലം മുതലേ തുടങ്ങിയ അക്ഷരങ്ങളോടുള്ള പ്രണയം, പുസ്തക രൂപത്തിൽ ആദ്യം പുറത്തിറങ്ങിയ നോവലായ 4 കെട്ടിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. മലയാളി അന്നോളം വായിച്ച സകലതിനെയും പിന്നിലാക്കിക്കൊണ്ടുള്ള വായനാനുഭവങ്ങൾ: മഞ്ഞ്, കാലം, അസുരവിത്ത്, വിലാപയാത്ര, വാരാണസി, 2-ാം ഊഴം, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, MTയുടെ എണ്ണം പറഞ്ഞ നോവലുകൾ. മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്തായി. ഓളവും തീരവും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേടത്തി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതം ഗമയ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഋതുഭേദം, വൈശാലി, സതയം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, തീർത്ഥാടനം, പഴശ്ശിരാജ, ഒരു ചെറുപുഞ്ചിരി. അങ്ങനെ എണ്ണം പറഞ്ഞ 30-ലേറെ തിരക്കഥകൾ. നിർമാല്യം എന്ന സിനിമയിലൂടെ സംവിധായകനായി. പിന്നിങ്ങോട്ട് മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. അങ്ങനെ സംവിധാന കലയിലും. 7 പതിറ്റാണ്ടായി മലയാളികൾ നെഞ്ചേറ്റിയ MTയുടെ ചെറുകഥാ പ്രപഞ്ചത്തിലെ മുത്തുകളാണ് ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, വാരിക്കുഴി, വിത്തുകൾ, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം തുടങ്ങിയവ. കൂടല്ലൂരും നിളാനദിയും കഥാപാത്രങ്ങളുടെ പരിസരങ്ങളായപ്പോഴും ദേശാന്തരങ്ങളിലേക്കും MT കഥാപാത്രങ്ങൾ തീർത്ഥാടനം നടത്തി. മാതൃഭൂമി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ എന്ന നിലയിൽ MT കണ്ടെടുത്ത എഴുത്തുകാർ മലയാള സാഹിത്യ ഭൂമികയിൽ ഇടം നേടി. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം MTയെ തേടിയെത്തി. സാഹിത്യത്തിലും സിനിമയിലുമായി എണ്ണമറ്റ പുരസ്കാരങ്ങൾ. ആ സബര്യയ്ക്കുള്ള അംഗീകാരമായി. MT എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു കഥാപാത്രമെങ്കിലും തെളിഞ്ഞുവരും. ആ അക്ഷരവിസ്മയം മടങ്ങുകയാണ് എണ്ണമറ്റ കഥാപാത്രങ്ങളെ നമുക്കായി ബാക്കിവെച്ച്. 91-ാം വയസ്സിലാണ് MT മരിക്കുന്നത്. പക്ഷേ MT മരിക്കുക എന്നത് മലയാളികളിൽ പലരെ സംബന്ധിച്ചും ചിന്തിക്കാനാവാത്തതാണ്. അത്രമേൽ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന വികാരമാണ് MT. കോഴിക്കോട് വിലാസിനിയെ കുട്ടിയേടത്തി വിലാസിനിയാക്കിയത് MTയാണ്. വാസുവേട്ടൻ മരിക്കരുതെന്ന് നേർച്ച നേർന്നിരുന്നെന്ന് വിലാസിനി ചേച്ചി പറയുമ്പോൾ ആരുടെ ഉള്ളും വിതുമ്പും. 1-2 വാക്കോ പറഞ്ഞ് വാസുവേട്ടനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അകലാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ. വാസുവേട്ടൻ മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു. മാഗി പള്ളിയിലേക്കൊക്കെ മാതാവിനെ മെഴുകുതിരി കത്തിക്കാൻ നേർച്ച നേർന്നു.
വാസേട്ടൻ എപ്പോഴൊന്നും മരിക്കരുത്, ഒരു 10-100 വയസ്സ് വരെ കിടക്കണമെന്ന്. എന്നുവെച്ചാൽ എന്നെ ഇവിടെ കേരളം എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്നത് ഈ കുട്ടിയെഴുത്തിയായിട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും ആരാധനയുമാണ്. വാസേട്ടൻ്റെ ശരിക്കുള്ള കഥയാണ് കുട്ടിയെഴുത്തി. വാസുവേട്ടൻ്റെ വേഷമാണ് ശാന്താദേവിയുടെ മോനാണ് വാസുട്ടിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത്. അത് വാസുവേട്ടനാണ്. അത് വാസുവേട്ടൻ്റെ ചെറിയമ്മയായിട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെഴുത്തി. അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടി എന്നാണ്. അത് ആ വേഷം ഞാനാ ചെയ്തത്. എനിക്കെന്നെ അറിയില്ല. നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും ലോകമൊട്ടുക്കെ തന്നെ പറയാം. അതിൽ പറയണോണ്ട് എനിക്കൊരു വിരോധമില്ല. എവിടേക്കൊക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക്. വിലാസിനി ചേച്ചിയുടെ കൊച്ചുമകളുടെ പ്രായമേ ഉള്ളൂ ഞങ്ങളുടെ റിപ്പോർട്ടർ ഐഷത്തുൽ ഷംനയ്ക്ക്. എംടിക്ക് ചിലപ്പോൾ ഷംനയുടെ ഉപ്പൂപ്പയേക്കാൾ പ്രായം കാണും. പുതിയ തലമുറയുടെ പ്രതിനിധിയായിട്ടും ഷംനയുടെ ഉള്ളിലും പെരുമഴയാവുകയാണ് എംടി എന്ന മനുഷ്യൻ. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും സിത്താരയിൽ എത്തണം എന്നാഗ്രഹിച്ചവരായിരിക്കും മലയാളി വായനക്കാരോ എല്ലാവരും. അത് ഇങ്ങനെ ഒരു വേളയിൽ ഇപ്പം ഞാനാണെങ്കിൽ കൂടി എംടിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് സിത്താരയിൽ എത്തണം, എംടിയെ കാണണമെന്നൊക്കെ. ആദ്യമായിട്ട് എംടിയെ കാണുമ്പോൾ അത് ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി കാണുമ്പോൾ അത് അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദുഃഖമായി മാറുകയാണ്. എംടിയുടെ നോവലുകൾ ഓരോ വായനക്കാരനും ഓരോ തലത്തിലാവും വായിക്കുക. പലതരം വായനകൾ നൽകുന്നവയാണ് ഓരോ എഴുത്തും. അച്ചടിച്ചു വന്ന എംടിയുടെ ആദ്യ നോവൽ നാലുകെട്ടാണ്. ഓർമ്മയുടെ ഏടുകളിൽ ആദ്യത്തെ സ്ഥാനം നാലുകെട്ട് നേടിയതെങ്ങനെയെന്ന് TG സജിത്ത് വിവരിക്കുന്നു. മുറ്റത്തെ ഒതുക്കുകല്ലിന്റെ മുമ്പിലെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ നിന്നു. പിറകെ നടന്ന സ്ത്രീയോട് പറഞ്ഞു, അമ്മ കയറിക്കുള്ളൂ. അവർ സംശയിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു, ധൈര്യമായി കയറാം. തലയിൽ 4-5 വെള്ളിവരകൾ വീണ ആ മെലിഞ്ഞ സ്ത്രീ കോലായിലേക്ക് കയറി. അപ്പോഴും പ്രായം ചേർന്ന ആ മനുഷ്യൻ മുറ്റത്ത് സംശയിച്ച് നിൽക്കുകയായിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, വരൂ. അയാൾ അമ്മയുടെ പിറകെ പ്രവേശിക്കാൻ അർഹതയില്ലാത്ത ഒരിടത്തേക്ക് കയറുന്ന വൈഷമ്യത്തോടെ ഒതുക്കുകയറി. അകത്ത് കടന്നപ്പോൾ സ്ത്രീ പറഞ്ഞു, എന്തൊരു ഇരുട്ടാ ഇതിനകത്താ പുണ്യെ. പകലും ഇതിനകത്തിരുട്ടാണ്. ഇവിടെ കാരണവന്മാരുടെ പ്രേതങ്ങളുണ്ടാകും പകലും. അമ്മ സംഭ്രമത്തോടെ അയാളുടെ മുഖത്ത് നോക്കി. അമ്മ പേടിക്കണ്ട, ഈ 4 കെട്ട് പൊളിക്കാൻ ഏർപ്പാട് ചെയ്യണം. ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ചെറിയ വീട് മതി. പൊളിക്കേ, ഭഗവതിയിരിക്കുന്ന സ്ഥലമല്ലേ. അയാൾ ഉറക്കച്ചിരിച്ചു. ആ ചിരിയുടെ ശബ്ദം പൊട്ടിയ ഭിത്തികളിൽ, തുരുമ്പിച്ച തൂണുകളിൽ, ഇരുണ്ട മൂലകളിൽ തട്ടി തിരിച്ചു വന്നു. പ്രായം ചെന്ന ആ മനുഷ്യൻ അപ്പോഴും സംഭ്രമത്തോടെ മുഖം കുനിഞ്ഞ് നിൽക്കുകയായിരുന്നു. ലക്ഷോപലക്ഷം വായനക്കാരിൽ അനേകം ഭാവതലങ്ങൾ തീർത്ത കാലാധിവർത്തിയായ കൃതി നാലുകെട്ട്. അപ്പുണ്ണി എന്ന കഥാപാത്രവും അവൻ്റെ ചിന്തകളും അന്നത്തെ ആ കാലഘട്ടത്തിനും MDയുടെ ആത്മകഥാ സ്പർശമുണ്ടായിരുന്നു എന്നാണ് കേട്ടിരുന്നത്. MD വാസുദേവൻ നായർ എന്ന കഥാകാരൻ്റെ ആദ്യ നോവൽ. അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ 20 വയസ്സുവരെയുള്ള ജീവിത കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ പങ്കുവയ്ക്കുന്നത്. MDയുടെ സാഹിത്യ ജീവിതത്തിൽ ആകെ തന്നെ പടർന്നു കിടക്കുന്ന ഒരു അടിസ്ഥാന പ്രമേയം നാലുകെട്ടിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്. കൂട്ടുകുടുംബവും അതിൻ്റെ സങ്കീർണമായ കുടുംബ ബന്ധങ്ങളും നാലുകെട്ടിൽ പശ്ചാത്തലമാകുന്നുണ്ട്. അപ്പുണ്ണി അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. വ്യക്തിസ്വാതന്ത്ര്യമില്ലാത്ത ഫ്യൂഡൽ സംവിധാനങ്ങളെ തച്ചു തകർത്ത് ഞാനാണ് എന്ന് ഏറ്റുപറയാൻ അപ്പുണ്ണി തയ്യാറാകുമ്പോൾ നാലുകെട്ട് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയായി മാറുകയാണ്. അപ്പുണ്ണിയെയും ഈ നോവലിനെയും ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് വായിച്ചതാണ്. പലപ്പോഴും ഈ നോവലിലൂടെ കടന്നുപോയപ്പോൾ അപ്പുണ്ണി ഞാൻ തന്നെയല്ലേ എന്ന ചിന്ത വായനക്കാരിലേക്ക് പങ്കുവയ്ക്കാൻ MDക്ക് കഴിയുന്നു എന്നിടത്താണ് ഈ നോവലിൻ്റെ വിജയം. പ്രിയ കഥാകാരന് പ്രണാമം.
ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത്, സഞ്ചാര സാഹിത്യകാരൻ. MTയെ വായിച്ചറിഞ്ഞവർ മാത്രമല്ല, കണ്ടും അനുഭവിച്ചും അറിഞ്ഞ മനുഷ്യരുമുണ്ട്. സാഹിത്യ തൽപരരല്ലാത്ത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലേക്ക് MT എന്ന മനുഷ്യൻ പതിഞ്ഞത് സിനിമകളിലൂടെയാണ്. സിനിമാസ്വാദകരുടെ മനസ്സിൽ കയ്യൊപ്പിട്ട തിരക്കഥകൾ. മനുഷ്യ മനസ്സ് നന്നായി വായിച്ചെടുത്ത് കലാമൂല്യമുള്ള സിനിമകൾ എഴുതിയൊരുക്കിയത് MTയെക്കുറിച്ച് ബിജു ഇളകൊല്ലൂർ. MTയുടെ തിരക്കഥകളെ MT മുതൽ MT വരെയെന്ന് പറയേണ്ടി വരും. മറ്റാർക്കും കടന്നുവരാനാകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച MTയുടെ സിനിമ എഴുത്തുകൾ ജീവിതത്തിലെ കറുപ്പിനെയും വെളിച്ചത്തെയും കുറിച്ച് ഉള്ളുലയ്ക്കുന്ന രീതിയിൽ MTയോളം എഴുതിയിട്ടുള്ളവർ ഉണ്ടാകില്ല. ഹൃദയം കൊണ്ട് സംസാരിച്ചവരായിരുന്നു MTയുടെ കഥാപാത്രങ്ങൾ. 1970 പുറത്തിറങ്ങിയ ഓളവും തീരവുമാണ് MTയിലെ തിരക്കഥാകാരനെ എഴുത്തിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഒഴുക്കിവിട്ടത്. ബാപ്പുട്ടിയും നബീസയും 2024 വീണ്ടും എത്തിയപ്പോഴും കാലത്തിൻ്റെ അകലമില്ലാതെ പ്രേക്ഷകർ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. മധുവിൽ നിന്നും മോഹൻലാലിലേക്കുള്ള ദൂരത്തിലും ബാപ്പുട്ടി നിത്യയോത്വമുള്ള കഥാപാത്രമായി മാറി. ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽക്കിനാവ് തുടങ്ങി എത്രയെത്ര സിനിമകളുടെ തിരക്കഥകൾ. MTയിലെ തിരക്കഥാകാരൻ ഏറെ അത്ഭുതപ്പെടുത്തിയ ചിത്രങ്ങളായിരുന്നു പഞ്ചാഗ്നിയും വൈശാലിയും പെരുന്തച്ഛനും താഴ്വാരവും സദൈവുമടക്കമുള്ള ചിത്രങ്ങൾ. വൈശാലിയും വടക്കൻ വീരഗാഥയും സുഹൃതവും താഴ്വാരവും തീർത്ഥാടനവും പഴശ്ശിരാജ്യവുമൊക്കെ സംഭവിപ്പിക്കാൻ MTക്കല്ലാതെ മറ്റാർക്കുമാകില്ല. സാമ്പത്തികമായി വലിയ വിജയങ്ങൾ നേടിയ ചിത്രങ്ങൾ കുറവെങ്കിലും കലാമേന്മയിൽ MTയോളം കിടപിടിക്കത്തക്ക എഴുത്തുകാർ ഉണ്ടായിരുന്നില്ല. സിനിമയും സാഹിത്യവും ഒന്നായ കാലമായിരുന്നു MT സിനിമാ എഴുത്തിൽ സജീവമായിരുന്ന കാലം. ഏറ്റവും മികച്ച കൃതികൾ വളരെ വേഗം തന്നെ സിനിമയായി വെള്ളിത്തിരയിൽ എത്തിയ കാലം. MTയുടെ കഥകൾ തിരക്കഥകളായി അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്കിറങ്ങി സംവദിച്ചു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചത് MTക്ക്. 1978 ബന്ധനത്തിലൂടെയും 2009 പഴശ്ശിരാജയിലൂടെയും തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ MTയെ തേടിയെത്തി. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം MTയെ തേടിയെത്തിയത് 1973. MTയുടെ സിനിമകളെ വിമർശിക്കുന്നവരുണ്ടാകും, പാടിപ്പുകഴ്ത്തുന്നവരുമുണ്ടാകും. പക്ഷേ പ്രായത്തിൻ്റെ തളർച്ചയ്ക്കിടയിലും പ്രസരിപ്പിൻ്റെ യുദ്ധത്തിലും MTയോളം ഒരുപോലെ സഞ്ചരിച്ചവർ കുറവാണ്. മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ അതുകൊണ്ട് തന്നെയാണ് കാലാതീതൻ ആകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമ ആസ്വാദകരെ MT വിസ്മയിപ്പിച്ചിട്ടുള്ളത് തിരക്കഥകളാൽ മാത്രമല്ല, സിനിമാ സംവിധായകൻ എന്ന നിലയിൽ കൂടിയാണ്. MT തിരക്കഥ എഴുതിയ 60ഓളം ചിത്രങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ 6 എണ്ണമാണ്. എണ്ണം പറഞ്ഞ ആ 6 സിനിമകളെക്കുറിച്ച് MG രേണുകയുടെ റിപ്പോർട്ട് കാണാം. MTയുടെ തിരക്കഥയ്ക്കായി കാത്തുനിന്ന സംവിധായകർ, അടുത്ത സുഹൃത്തുക്കളായ ചിലരുടെ സ്നേഹനിർബന്ധം, മനസ്സില്ലാ മനസ്സോടെ മലയാള സിനിമയിലേക്ക് MT കടന്നുവന്നു. പിന്നെ കുടുംബ ബന്ധങ്ങളിലേക്കും മനുഷ്യ മനസ്സിന്റെ കാണാക്കാഴ്ചകളിലേക്കും ക്യാമറ തിരിച്ചുവെച്ച MT മലയാളത്തിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ദൃശ്യക്കാഴ്ചകൾ. ഒരു ഘട്ടത്തിൽ തിരക്കഥകൾക്കപ്പുറം സംവിധാനത്തിലേക്കും മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഇറങ്ങിച്ചെന്നപ്പോൾ പിറന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ നിർമാല്യം. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൽ മാത്രം സാധ്യമാകുന്നതും ഇന്ന് അത്ഭുതവുമാകുന്ന നിർമാല്യം. പള്ളിവാലും കാൽച്ചിലമ്പുമെന്ന സ്വന്തം ചെറുകഥയെ ആസ്പദമാക്കിക്കൊണ്ട് MT തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രം ദാരിദ്ര്യത്തിന്റെ കനൽ ചൂളയിൽ ജീവിക്കുന്ന വെളിച്ചപ്പാടിന്റെയും കുടുംബത്തിന്റെയും നീറുന്ന കഥ പറഞ്ഞു. അക്കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥ തുറന്നുകാട്ടിയ ചിത്രത്തിൽ വെളിച്ചപ്പാടായി PJ ആന്റണി ഉറഞ്ഞാടി. MTയുടെ ആദ്യ സംവിധാനത്തിൽ മികച്ച ചിത്രത്തിനും നടനുമുള്ള ദേശീയ പുരസ്കാരം നിർമാല്യത്തിലൂടെ കേരളത്തിന്.
മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളിയായി PJ ആന്റണി. 1973 ഇറങ്ങിയ നിർമ്മാല്യത്തിനു ശേഷം MT തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ബന്ധനം 1978 പുറത്തിറങ്ങി. സുകുമാരനും ശങ്കരാടിയും ശോഭയും പ്രധാന വേഷങ്ങളിലെത്തിയ ബന്ധനം മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും മികച്ച ഗായകനുള്ള പുരസ്കാരവും നേടി. MT സംവിധാനം നിർവഹിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു ചിത്രമാണ് ദേവലോകം. ദേവലോകത്തിലെ തൊഴിലാളി നേതാവായി MT കണ്ടെത്തിയ യുവാവ് പിന്നെ മലയാള സിനിമയ്ക്കുള്ള MTയുടെ സമ്മാനമായി. മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി. MTയുടെ തിരക്കഥകളിൽ ഒരുപാട് ചിത്രങ്ങൾ മലയാള സിനിമയുടെ സുവർണ ഏടുകളാക്കിയ കൂട്ടുകെട്ടിന്റെ പിറവിയായിരുന്നു ദേവലോകം സെറ്റിന്റെ നിയോഗം. ശേഷം വാരിക്കുഴിയും മഞ്ഞും കടവും MTയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. കവിത പോലെ മനോഹരമായ മഞ്ഞ് MTയുടെ തിരക്കഥയിലും സംവിധാനത്തിലുമാണ് ചലച്ചിത്രമായത്. മഞ്ഞിലെ മൗനത്തിന്റെയും കാത്തിരിപ്പിന്റെയും വായനാനുഭവം MTയുടെ സംവിധാന മികവിൽ പ്രേക്ഷകർ ചലച്ചിത്രമായി ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞു. SK പൊറ്റക്കാടിന്റെ കടത്തുതോണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് കടവ്. ഹൃദയവേദനയോടെ പ്രേക്ഷകർ കണ്ട ചിത്രം ദേശീയ അന്തർദേശീയ വേദികളിൽ ഉൾപ്പെടെ പുരസ്കാരങ്ങളോടെ തിളങ്ങി. MTയുടെ സംവിധാനത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രമാണ് 2000 ഇറങ്ങിയ ഒരു ചെറുപുഞ്ചിരി. തെലുങ്ക് എഴുത്തുകാരൻ ശ്രീരമണയുടെ മിഥുനം എന്ന നോവലാണ് ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ആധാരം. വാർദ്ധക്യത്തിലെ ദമ്പതികളുടെ ഊഷ്മളമായ ബന്ധം MTയുടെ സംവിധാന മികവിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മലയും സ്ക്രീനിൽ അവതരിപ്പിച്ചപ്പോൾ മലയാളിക്കത് വേറിട്ട അനുഭവമായി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ഒരിക്കൽ കൂടി MTയിലേക്കെത്തി. 70-ലധികം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ MTയുടെ സംവിധാന മികവിൽ മലയാളം കണ്ടത് 6 ചിത്രങ്ങൾ മാത്രം. മലയാളവും മലയാള സിനിമയും ഉള്ളിടത്തോളം ഓരോ മലയാളിക്കും നെഞ്ചേറ്റാൻ കഴിയുന്ന 6 ചിത്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമയായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആസ്വാദകർ ആഗ്രഹിച്ച MTയുടെ നോവൽ രണ്ടാമൂഴമാകും. സിനിമയാകുന്നു, മോഹൻലാൽ ഭീമനാകുന്നു എന്ന തരത്തിലൊക്കെ പലതവണ വാർത്ത വന്നു. അത്രത്തോളം മലയാളികളെ സ്വാധീനിച്ച നോവലാണ് മഹാഭാരതത്തിലെ ഭീമൻ എന്ന കഥാപാത്രത്തെ പൊളിച്ചെഴുതിയ രണ്ടാമൂഴം. രണ്ടാമൂഴം എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു എന്ന് അപർണ കുറുപ്പിന്റെ വാക്കുകൾ കേൾക്കാം. ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. എല്ലായ്പ്പോഴും ജീവിതത്തിൽ കൈവിടില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ ഒന്ന് വായിച്ചിട്ടുള്ളത് രണ്ടാമൂഴത്തിൽ നിന്നാണ്. ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തുനിന്ന ഭീമൻ, ചൂതുകളിച്ചെല്ലാം കളയുന്ന യുധിഷ്ഠിരന്റെയും വില്ലാളിയായ അർജുനന്റെയും ഇടയിൽ ഒരിക്കലും നായകനാകാൻ കഴിയാതിരുന്ന ഭീമൻ, എത്രയോ ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്ന പ്രണയകഥയാണ് രണ്ടാമൂഴം. പാഞ്ചാലിക്ക് വേണ്ടി ഇത്രയേറെ ചെയ്തു ഭീമൻ. കല്യാണ സൗഗന്ധികം വരെ തേടിപ്പോയി. കൗരവസഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ദുശാസന്റെ രക്തം കുടിക്കുമെന്ന് ശപഥം ചെയ്ത് ദുശാസനന്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപദിയുടെ മുടി കഴുകുന്ന ഭീമൻ. എന്നിട്ടും അർജുനനെയാണ് ദ്രൗപദി കൂടുതലും പ്രണയിക്കുന്നത്. അതേപോലെ തന്നെ വായുപുത്രൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ കാട്ടാളന്റെ മകൻ മാത്രമാണ് എന്ന കുന്തിയുടെ വെളിപ്പെടുത്തലിൽ തകർന്നു പോകുന്ന ഒരു അസ്തിത്വമുണ്ട്. അതുപോലെയാണ് ഹിഡിംബി എന്ന രാക്ഷസിയിൽ പിറന്ന ഭീമന്റെ മകൻ ഘടോൽകജൻ മരിക്കുമ്പോഴും അതാരും പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നത്. അച്ഛനും മകനും ഒരുപോലെ അവഗണിക്കപ്പെടുന്ന വലിയ വേദന. അങ്ങനെ എത്ര തലങ്ങളാണ് രണ്ടാമൂഴത്തിലുള്ളത്. 1977 നവംബർ മാസത്തിൽ മരണം തൻ്റെ അടുത്തെത്തി, എന്നിട്ട് തിരിച്ചുപോയി. അതിനുശേഷമാണ് രണ്ടാമൂഴം എഴുതിയതെന്ന് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമൂഴത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന MT പറയുന്നത് ഇന്നും രണ്ടാമൂഴക്കാരനായി അവഗണിക്കപ്പെട്ട ഇതിഹാസ കഥാപാത്രത്തിൻ്റെ വേദന. മലയാളി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത മറ്റൊരു പുസ്തകമില്ല. വ്യാസൻ പറയാൻ ബാക്കി വെച്ചതൊക്കെ മലയാളിക്ക് MT പറഞ്ഞു കൊടുത്ത പുസ്തകം കൂടിയാണ് രണ്ടാമൂഴം എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. വാനപ്രസ്ഥത്തിന് അവസാനം മുൾച്ചെടികൾക്കിടയിലേക്ക് വീണ് കിടക്കുന്ന ദ്രൗപദിയിലേക്ക് മടങ്ങിയെത്തുന്ന ഭീമനുണ്ട്. ദ്രൗപദി കണ്ണു തുറക്കുന്നതും കാത്ത് യുധിഷ്ഠിരന്റെ വിളി പോലും കേൾക്കാതെ തിരികെ വരുന്ന ഭീമൻ. ഇത്രയും മനോഹരമായ മറ്റൊരു പ്രണയമില്ല.
എം ടിയുടെ ഒരു കൃതിയിലും എന്നാണ് വിശ്വാസം. എം ടിയുടെ തിരക്കഥയിൽ ഹിറ്റ് സിനിമകൾ നൽകിയ സംവിധായകർ ഏറെയാണ്. പക്ഷേ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകെട്ട് ഏതായിരുന്നു? എം ടി IV ശശിയോ, എം ടി ഭരതനോ, അതോ എം ടി ഹരിഹരനോ? മഞ്ജുഷ് ഗോപാലിന്റെ റിപ്പോർട്ട് കാണാം. എം ടിയുടെ തിരക്കഥ കിട്ടിയാൽ അത് സംവിധായകന്റെ ഭാഗ്യം കൂടിയാണ്. എഴുതിക്കൊടുത്ത തിരക്കഥകളിൽ തനിക്കിഷ്ടപ്പെടാത്തത് 7-8 എം ടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാട്ടട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവ. ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല. വേണ്ടി വന്നാൽ മികവ് കൂട്ടാൻ തിരുത്തൽ വരുത്തി തേച്ചു മിനുക്കിയവ. അവയിലും കൂടുതൽ സ്വന്തം സാഹിത്യ സൃഷ്ടികൾ. അത് നോവലോ ചെറുകഥയോ ആവാം. ക്യാമറ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന, സംഭാഷണങ്ങളിൽ കവിത തുളുമ്പുന്ന ക്രാഫ്റ്റുകൾ. ഇവ കയ്യിൽ കിട്ടിയിട്ട് അത് അഭ്രപാളിയിലേക്ക് പകർത്തുന്നതിൽ മികവ് കാട്ടിയവർ ആരൊക്കെ? എം ടിയുടെ പ്രിയങ്കരനായ സംവിധായകൻ ആര്? എം ടിയുടെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങൾ ആര് ദൃശ്യാവിഷ്കാരം നൽകുന്നതാണ് പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചത്? പി ഭാസ്കരൻ, എ വിൻസെന്റ്, സേതുമാധവൻ, PN മേനോൻ, ഭരതൻ, IV ശശി, ഹരിഹരൻ, സിബി മലയിൽ പലരുണ്ട് എം ടിയുടെ സംവിധായകർ, പല തലമുറയിൽപ്പെട്ടവർ. ആദ്യ തിരക്കഥ മുറപ്പെണ്ണിന് ചലച്ചിത്രാവിഷ്കാരം നൽകിയ വിൻസെന്റ് മാഷ്. നഗരമേ നന്ദിയിലും അസുരവിത്തിലും നിഴലാട്ടത്തിലും ഈ കൂട്ടുകെട്ട് ആവർത്തിച്ചു. വള്ളുവനാടൻ ഗ്രാമീണ ജീവിതവും നഗരത്തിലേക്കുള്ള പ്രവാസവും പ്രണയവും വിരഹവും പ്രതിസന്ധികളും വരച്ചുകാട്ടുന്ന 60കളിലെയും 70കളുടെ തുടക്കത്തിലെയും സിനിമാ കാവ്യങ്ങൾ. പി ഭാസ്കരനുമൊത്ത് ഇരുട്ടിന്റെ ആത്മാവ്, വിത്തുകൾ ഇതേ കാലയളവിൽ തന്നെ. തുടക്ക ദശകങ്ങളിൽ PN മേനോനും എം ടിയുടെ തിരക്കഥകൾക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകി. ഓളവും തീരവും, മാപ്പുസാക്ഷി, കുട്ടിയടത്തി. എം ടിയുടെ സാഹിത്യ സൃഷ്ടികൾ വായിക്കുന്ന അതേ വൈകാരിക തലത്തിൽ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമായ ഈ സിനിമകളിൽ കമേഴ്സ്യൽ വിജയം നേടിയവയും പരാജയം രുചിച്ചവയുമുണ്ട്. ഒരേ സമയം കലാമൂല്യവും ജനപ്രീതിയും നേടിയ എവർഗ്രീൻ ഹിറ്റുകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സേതുമാധവൻ, ഹരിഹരൻ, IV ശശി, ഭരതൻ എന്നിവരുടെ ഊഴം. ഹരിഹരനും IV ശശിയുമാണ് എം ടിയുടെ തിരക്കഥകളാൽ അനുഗ്രഹീതരായ സംവിധായകരിൽ മുന്നിൽ. 11 വീതം. സംവിധാനം തുടങ്ങി 7 വർഷം കഴിഞ്ഞപ്പോഴാണ് എം ടിയുടെ തിരക്കഥ ഹരിഹരന് കിട്ടുന്നത്. ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച. കച്ചവട സിനിമകൾ മാത്രം ചെയ്തു വന്നിരുന്ന ഹരിഹരന് പുതിയ മേൽവിലാസമുണ്ടാക്കിയ ചിത്രം. സർക്കസ് കൂടാരത്തിലെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച വളർത്തുമൃഗങ്ങൾ. വിജയിച്ചില്ലെങ്കിലും കാലം തെറ്റിപ്പിറന്ന വെള്ളം. 80കളുടെ മധ്യത്തിൽ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിലൂടെ മലയാളത്തിൽ പിറന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മികവുറ്റ ആവിഷ്കാരത്തിലൂടെ കാലത്തെ അതിജീവിച്ച കലാമൂല്യമുള്ള സിനിമകൾ. പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതംഗമയ, ആരണ്യകം. ചന്തുവിന് പുതിയ ഭാഷ്യവുമായി വടക്കൻ വീരഗാഥ കൂടി വന്നതോടെ എം ടിയുടെ മനസ്സറിയുന്ന സംവിധായകനായി ഹരിഹരൻ മാറുകയായിരുന്നു. അവിടെയും നിർത്താതെ പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക്, പിന്നെ കേരളവർമ്മ പഴശ്ശിരാജ, ഒടുവിൽ 7ാമത്തെ വരവ്. IV ശശിയേക്കാൾ കലാമൂല്യവും ബോക്സ് ഓഫീസ് വിജയവും ഒന്നുചേർന്നത് ഹരിഹരൻ എം ടി ടീമിനായിരുന്നു. ശശിക്കായി എം ടി ഒരുക്കിയത് കൂടുതലും കുടുംബ സിനിമകളായിരുന്നു. അതിവൈകാരിക മുഹൂർത്തങ്ങൾക്കും പ്രതികാരത്തിനും പ്രാധാന്യം നൽകുന്നത്. വ്യത്യസ്തമായത് സ്വന്തം ചെറുകഥയുടെ സിനിമാ രൂപമായ ആൾക്കൂട്ടത്തിൽ തനിയെ. പിന്നെ മോഹൻലാലിനെ വില്ലൻ വേഷത്തിൽ കണ്ട ഉയരങ്ങളിൽ. അനുബന്ധം, ആരൂഢം, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ, ഇടനിലങ്ങൾ, അഭയം തേടി ഇവയും എം ടി ശശി കൂട്ടുകെട്ടിൽ പിറന്നു. പലതും സൂപ്പർ ഹിറ്റുകൾ. ഭരതനായി വൈശാലിയും താഴ്വാരവും, സേതുമാധവനുമൊത്ത് കന്യാകുമാരി, ഓപ്പോൾ, വേനൽ കിനാവുകൾ. എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞ സർഗസൃഷ്ടികളെ അഭ്രകാവ്യമാക്കിയതിൽ വിജയിച്ചത് ഒരാൾ മാത്രമല്ല, ഒന്നിലേറെ സർഗാധനരാണ്. അതിൽ പലതും കാലാതിവർത്തിയായവ. പക്ഷേ എം ടി എന്ന തിരക്കഥാകൃത്തിനെ ഒരു സംവിധായകനുമായി ചേർത്തെഴുതുമ്പോൾ അത് എം ടി ഹരിഹരൻ ടീം എന്നായത് ആ സംവിധായക പ്രതിഭയുടെ സുകൃതം കൂടിയാണ്. അതിനാലാവാം ഹരിഹരൻ പറയുന്നു, ഒരേപോലെ ചിന്തിക്കുന്നത് കൊണ്ടാവാം എം ടിയുടെ സ്റ്റൈൽ എന്തെന്നെനിക്കും എൻ്റെ സ്റ്റൈൽ എന്തെന്ന് എം ടിയും മനസ്സിലാക്കി. പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ആശയങ്ങൾ രൂപപ്പെട്ടു. ശരിയാണ്, ആ ആശയങ്ങൾ മലയാള സിനിമയ്ക്കും തിരക്കഥാ സാഹിത്യത്തിനും നൽകിയത് അപൂർവ രത്നങ്ങളാണ്. എം ടിയുടെ മഞ്ഞ്, പ്രണയവും കാത്തിരിപ്പിന്റെ കാൽപ്പനികതയും പടർത്തുന്ന നോവൽ. നൈനിത്താൾ സന്ദർശനമാണ് എം ടിയെ മഞ്ഞെന്ന നോവൽ എഴുതാൻ പ്രേരിപ്പിച്ചത്. നൈനിത്താൾ സന്ദർശിക്കാൻ എത്രയോ മലയാളിയെ പ്രേരിപ്പിച്ചതും മഞ്ഞെന്ന നോവലാണ്. മഞ്ഞും മാറ്റ് ലാമിനേഷൻ ഫിനിഷിലെ കവർ പേജും പ്രണയവും നൈനിത്താളും വ്യക്തിജീവിതത്തെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് R. കിരൺ ബാബു പറയുന്നു.
നിറം മങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്ന തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞുകിടക്കുന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിന്റെ അരയന്നത്തല തന്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നോക്കി. മഞ്ഞ പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. അവൻ താഴെ തോണി അടുപ്പിച്ചു. സീസൺ എത്ര വേഗം കഴിഞ്ഞു മേം സാബ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു. ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മേം സാബ്. അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു. ആ, അടുത്ത കൊല്ലം. മേം സാബ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൾ നിറമുള്ള കനത്ത കുപ്പായത്തിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു കുറച്ചുറക്ക ചോദിച്ചു. വരാതിരിക്കില്ല അല്ലേ മേം സാബ്. അവൾ തലകുലുക്കി. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല. മലയാളി മനസ്സിലേക്ക് പ്രണയമഞ്ഞു പൊഴിച്ച മഞ്ഞ് എന്ന നോവൽ MD വാസുദേവൻ നായർ അവസാനിപ്പിക്കുന്നത് കാത്തിരിപ്പിന്റെ കാൽപ്പനികതയിലാണ്. നോവലിന്റെ ആദ്യ പതിപ്പ് 1964, 2024 54-ാം പതിപ്പ്. 6 പതിറ്റാണ്ടിൽ ലോകം ഒരുപാട് മാറി. പ്രണയവും കാത്തിരിപ്പും മാറി, തലമുറയും മാറി. അപ്പോഴും മഞ്ഞിന് വായനക്കാരുണ്ട്. നിത്യതരുണം. മഞ്ഞെന്ന നോവലിന്റെ സാഹിത്യ നിരൂപണത്തിലേക്കല്ല, മഞ്ഞ് മനസ്സിൽ വരഞ്ഞ വ്യക്തിപരമായ 2 അനുഭവങ്ങളിലേക്കാണ് ഈ യാത്ര. പ്രണയിനിയാണ് പ്രീ ഡിഗ്രി കാലത്ത് മഞ്ഞു സമ്മാനിച്ചത്. വിമലയുടെ കാത്തിരിപ്പ് പോലെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ പ്രണയകാലത്ത് പലരും ഇതേ സമ്മാനം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. നൈനിത്താളിൽ പോകണം, വിമല സഞ്ചരിച്ച വഴികളിലൂടെ നടക്കണം. അന്നു മുതലേയുള്ള മോഹമായിരുന്നു. അന്നു കിട്ടിയ മഞ്ഞിൻ്റെ പുറംചട്ടയ്ക്കുമുണ്ടായിരുന്നു പ്രത്യേകത. കാഴ്ചയിലും സ്പർശനത്തിലും മഞ്ഞിൻ മാർദ്ദവം അനുഭവിക്കുന്ന മാറ്റ് ലാമിനേഷൻ ഫിനിഷുള്ള കവർ. അന്നത് പുതുമയായിരുന്നു. മഞ്ഞിനോടൊപ്പം മാറ്റ് ലാമിനേഷനോടും പ്രണയം. അന്നത്തെ കണക്കിൽ വലിയ തുക അധികം നൽകി മാറ്റ് ഫിനിഷിൽ കായംകുളം MSM കോളേജിലെ ആദ്യ മാഗസിൻ ഇറക്കിയാണ് ഈ മോഹം സഫലമാക്കിയത്. നൈനിത്താളിൽ പോകണമെന്ന ആഗ്രഹം അപ്പോഴും ബാക്കിയായി. ഡൽഹിയിൽ കേരളകൗമുദി കാലത്താണ് അത് സാധ്യമായത്. ഇത് വൈകുന്നേരങ്ങളിൽ വിമല നടന്ന വഴി. ഇത് തടാകതീരത്ത് വിമലയിരുന്ന ബെഞ്ച്. തീവ്രപ്രണയവും വിരഹ കാൽപ്പനികതയും നിലാമഞ്ഞായി പെയ്തുറഞ്ഞ ചിത്രങ്ങൾ ഒന്നൊന്നായി മുന്നിൽ. ആകാശം തൊട്ടുരുമി നിൽക്കുന്ന മഞ്ഞിൻ തലപ്പാവടിഞ്ഞ മലകളും പൈൻ മരങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരുവുകളും തെളിഞ്ഞ തടാകവും ആരിലും പ്രണയം നിറയ്ക്കും. എല്ലാറ്റിനും സാക്ഷിയായി തടാകക്കരയിൽ പ്രണയത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച സതീദേവിയുടെ ക്ഷേത്രവും. പിന്നീടും പലതവണ നൈനി തടാകം തേടിപ്പോയെങ്കിലും മഞ്ഞു സമ്മാനിച്ച പ്രണയിനിയുമൊത്ത് തടാകക്കരയിലെത്താൻ പിന്നെയും ഏറെക്കാലം കഴിഞ്ഞു. കാത്തിരിപ്പില്ലെങ്കിൽ പിന്നെ എന്ത് മഞ്ഞും പ്രണയവും നൈനിത്താളും. പൂർണ്ണതയിൽ മാത്രമല്ല അപൂർണതയിലും പ്രകാശം പരത്തുന്ന പ്രണയം. 1839 തടാക സാധ്യത തിരിച്ചറിഞ്ഞത് വേട്ടയ്ക്കിറങ്ങിയ P. ബാരോൺ എന്ന ബ്രിട്ടീഷ് വ്യവസായിയാണ്. ഉത്തരേന്ത്യയിലെ ഉള്ളുരുകുന്ന ചൂടിൽ നിന്നൊഴിഞ്ഞ് സ്വസ്ഥശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന ഇടം പിന്നീട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമായി. സഞ്ചാരികളുടെ ആധിക്യത്താലും പ്രദേശവാസികളുടെ ലാഭക്കൊതിയാലും ഒരിക്കൽ മലിനമായി പോയ തടാകം പിന്നീട് ജനകീയ കൂട്ടായ്മയിലൂടെ തെളിനീരുറവ വീണ്ടെടുത്ത തടാകം. ഈ തടാകത്തെ മലയാളി പ്രണയസങ്കല്പത്തോട് ചേർത്ത് തുന്നിയത് MD ആണ്. നിളയുടെ തീരത്തു നിന്നും കടൽ പോലെ കാലത്തോളം പരന്നൊഴുകിയ മലയാളത്തിൻ്റെ അഭിമാനമേ വിട. നന്ദി. തിരക്കഥാകൃത്തും സംവിധായകനും മാത്രമല്ല, ഗാനരചയിതാവ് കൂടിയാണ് MT. പക്ഷേ 2 ചിത്രങ്ങളിലായി 5 ഗാനങ്ങൾ മാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പരിചിതമല്ലാത്ത ഗാനരചയിതാവായ MTയെക്കുറിച്ച് സജീവ് സിവാര്യരുടെ റിപ്പോർട്ടിലേക്ക്. MT കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി 1981 പുറത്തിറങ്ങിയ വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിലെ 4 ഗാനങ്ങളും രചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാനരചനാ രംഗത്തും
വ്യക്തിമുദ്ര പതിപ്പിച്ചത്. സർക്കസ് കലാകാരന്മാരുടെ ജീവിതം പറയുന്ന ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. ചിത്രത്തിലെ MB ശ്രീനിവാസന്റെ ഈണത്തിൽ ഗാനഗന്ധർവന്റെ ശബ്ദത്തിലുള്ള ശുഭരാത്രി എന്ന് തുടങ്ങുന്ന ഗാനവും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. ശുഭരാത്രി ശുഭരാത്രി വളർത്തുമൃഗങ്ങളിൽ MTയുടെ രചനയിൽ MB ശ്രീനിവാസൻ ഈണം പകർന്ന യേശുദാസ് പാടിയ കാക്കാലൻ കളിയച്ചൻ, കർമ്മത്തിൻ പാതകൾ, S ജാനകി പാടിയ ഒരു മുറിക്കണ്ണാടിയിൽ എന്നീ ഗാനങ്ങൾ അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടില്ല. സുകുമാരൻ, രതീഷ്, നന്ദിത ബോസ്, KP ഉമ്മർ, തിക്കുറിശി, ബാലൻ K നായർ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. MT ഹരിഹരൻ കൂട്ടുകെട്ടിൽ സുകുമാരൻ, വേണുനാഗവള്ളി തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച എവിടെയോ ഒരു ശത്രു എന്ന ചിത്രത്തിലെ ഒരു ഗാനവും MTയുടെ രചനയിലാണ്. പൊന്നില്ലാതെ പൂവില്ലാതെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും ഈണം നൽകിയത് MBS ആണ്. കടവനാട് കുട്ടിക്കൃഷ്ണൻ രചിച്ച 2 ഗാനങ്ങൾ കൂടി ഉൾപ്പെട്ട ചിത്രം പക്ഷേ പുറത്തിറങ്ങിയില്ല. തിരക്കഥാരംഗത്ത് തേജസ്സുള്ള സാന്നിധ്യമായി തുടരുമ്പോഴും MT പക്ഷേ പിന്നീടൊരിക്കലും പാട്ടെഴുതാൻ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്, News 18. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും MT എന്നത് അവരിലെ നടന വിസ്മയം പുറത്തെടുത്ത സിനിമാ എഴുത്തുകാരനാണ്. മനസ്സ് ശൂന്യമാകുന്നത് പോലെയെന്ന് മമ്മൂട്ടി, മഴ തോർന്നതുപോലെയുള്ള ഏകാന്തതയെന്ന് മോഹൻലാൽ. 2 ദിവസം അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തെ വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട്. കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബേബി മറൈൻസ് ബാബുചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു. ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒരു ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചൊരാളാണ്. വടക്കൻ പാട്ടുകളിലെ ചന്തു ചതിയനായിരുന്നു. ചന്തു ചേകവർക്ക് വീരപരിവേഷം നൽകിയത് MT ആണ്. കാലങ്ങളായി മനസ്സിൽ പതിഞ്ഞുപോയ കഥാപാത്രങ്ങളെ തിരുത്തി അവതരിപ്പിക്കുക എന്നത് എളുപ്പമല്ല. ഇത്തരം പരീക്ഷണ പരാജയങ്ങളുടെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. പക്ഷേ വിജയിച്ച മാതൃകകൾ വിരലിലെണ്ണാം. MTയുടെ അസാമാന്യ പ്രതിഭയ്ക്ക് തെളിവായിരുന്നു അത്. മഞ്ജുഷ് ഗോപാലിന്റെ റിപ്പോർട്ട് കാണാം. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. കേട്ടു പഠിച്ചതും പാടിപ്പതിഞ്ഞതും ഒന്നും സത്യമല്ലെന്ന് ചന്തുവിന് പുതിയ ഭാഷ്യം രചിക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. കൊടും ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ. നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്. ചന്തുവിന്റെ ചോദ്യശരങ്ങൾക്ക് പിന്നീട് MTയുടെ ഭാഷയിലുള്ള ഉത്തരങ്ങളായിരുന്നു. 35 വർഷമായിട്ടും വടക്കൻ വീരഗാഥയെ വെല്ലാൻ ഒരു ചരിത്ര സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. വടക്കൻ പാട്ടിലെ ചന്തുവിനേക്കാൾ MTയുടെ ചന്തുവിനെ മലയാളികൾ നെഞ്ചേറ്റി. ചേകോന്മാരിൽ ചേകോനായ വീരയോദ്ധാവ് ആരോമൽ ചേകവരും അംഗക്കരുത്തിൽ ആണിനെ വെല്ലുന്ന ഉണ്ണിയാർച്ചയും വില്ലൻ രൂപത്തിലായി. ഗദ്യത്തിൽ പോലും MT കവിത സൃഷ്ടിക്കുന്നുവെന്ന ONVയുടെ സാക്ഷ്യപ്പെടുത്തൽ അന്വർത്ഥമാക്കുന്ന സംഭാഷണങ്ങൾ. മലയനോട് തൊടുത്തുമരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു എന്ന പോലെ വൈകാരിക സംഭാഷണ ശകലങ്ങളുടെ അകമ്പടിയോടെ ചതിയൻ ചന്തുവിനെ തോൽവികളേറ്റുവാങ്ങിയ ചതിക്കപ്പെട്ട ദുരന്ത കഥാപാത്രമായി MT മാറ്റിയെഴുതിയപ്പോൾ അതുവരെയുള്ള കഥാപാത്ര സങ്കല്പങ്ങളെ പ്രതിഭ കൊണ്ട് നിഷ്പ്രഭമാക്കുകയായിരുന്നു MT. അതാണ് MT. ചന്തുവിന് മാത്രമല്ല, ആരോമൽ ചേകവർക്കും ഉണ്ണിയാർച്ചയ്ക്കും അരിങ്ങോടർക്കുമെല്ലാം തൂലിക ഒരുക്കിവെച്ചത് കാവ്യാത്മകമായ വാക്കുകൾ.
MTയുടെ എഴുത്തിന്റെ മികവിനെ സംവിധാന ചാരുത കൊണ്ട് ഹരിഹരനും അഭിനയ തികവ് കൊണ്ട് മമ്മൂട്ടിയും, മാധവിയും ക്യാപ്റ്റൻ രാജുവും ബാലൻ കെ നായരും സുരേഷ് ഗോപിയും അനശ്വരമാക്കിയപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വടക്കൻ പാട്ട് സിനിമ സാങ്കേതിക വിദ്യ വികസിക്കാത്ത കാലത്ത് പോലും ജന്മമെടുത്ത് കാലാതീതമായി സഞ്ചരിക്കുന്നു. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. കേരളത്തിന് വേണ്ടി ഔദ്യോഗികമായി MT എന്ന മഹാപ്രതിഭയെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെയും മലയാളത്തെയും ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല. വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ സർഗവാസന കഴിവ് തെളിയിച്ചിരുന്നത്. ഈ വിട പറഞ്ഞ ഘട്ടത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. T. പത്മനാഭനും MTയും മലയാളത്തിന്റെ അഭിമാന പ്രകാശഗോപുരങ്ങൾ. പല കാലങ്ങളിൽ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞവർ, കലഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവർ, അപ്പോഴും പരസ്പര ബഹുമാനം കൈവിടാത്തവർ, ഉള്ളിലുള്ളത് പച്ചയായി പറയുന്ന കഥയുടെ കാലഭൈരവൻ MTയെ ഓർക്കുന്നു. ഞാൻ 1950 മുതൽക്കുള്ള പരിചയമാണ്. അദ്ദേഹം കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് പ്രായാധിക്യത്തിൻ്റെ പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്. എൻ്റെതൊരു ചെറിയ ലോകമാണ്. ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല, എനിക്കത്രേ കഴിയുള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹം അങ്ങനെയല്ല. കാലവും സേതുവും എത്രയോ തലമുറയിലെ വായനക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്ന നോവലും കഥാനായകനും. കേരളത്തിന്റെ സാമൂഹിക പരിസരങ്ങളിൽ ഇന്നും ജീവിക്കുന്ന സേതുമാർ. കാലത്തെ അതിജീവിക്കുന്ന കൃതിയായി കാലം എന്തുകൊണ്ട് മാറിയെന്ന് മഞ്ജുഷ് ഗോപാൽ വിവരിക്കുന്നു. രാത്രി നനഞ്ഞ വയൽവരമ്പിന്റെ അരുകിൽ പുതുമഴയ്ക്ക് ജീവൻ വെച്ച കറുകത്തലപ്പുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പച്ചക്കുതിരകൾ കാൽപ്പാടുകളുടെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നു. കാൽവണ്ണയിൽ തട്ടി വരമ്പ് ചാടുമ്പോൾ അവ നനുത്ത ശബ്ദമുണ്ടാക്കുന്നു. എന്തോ അതോർമ്മിപ്പിക്കുന്നു. വ്യക്തമായി പറയാൻ വയ്യ, കാരണം മനസ്സ് അസ്വസ്ഥമാണ്. സുപരിചിതമായ സുഖകരമായ ഈ ശബ്ദം കേട്ടത് എപ്പോഴാണ്? കുതിർന്ന മണ്ണിൻ്റെയും നരച്ച ഇരുട്ടിൻ്റെയും ഗന്ധം. ഇരുട്ടിനും രാത്രിക്കും ഗന്ധമുണ്ടെന്നറിയാതെ ഒരു നിമിഷം ഓർത്തു പോകുന്നു. ചാഴിവലക്കാർ വീശാൻ വേണ്ടി നടന്നപ്പോൾ വകഞ്ഞുണ്ടാക്കിയ വഴികളിൽ തളം കെട്ടി നിൽക്കുന്ന കലങ്ങിയ വെള്ളത്തിൽ മഴ തോർന്നെങ്കിലും മൂടിക്കെട്ടിയ മാനത്തിന്റെ വെളുത്ത പാളികൾ വീണുകിടക്കുന്നു. ഓലച്ചൂട്ടിന്റെ വെളിച്ചം മുന്നിൽ വഴികാട്ടുന്നു. MTയുടെ കാലം എന്ന നോവൽ എന്നും ഒരു സമസ്യയാണ്. 300ഓളം പേജുകളിലായി MT അക്ഷരങ്ങൾ അടുക്കി വയ്ക്കുന്നതും ഈ ദുരൂഹതയിലേക്കാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരജീവിതത്തിൽ കാലത്തിനൊത്ത് കോലം കെട്ടാൻ ശ്രമിക്കുന്ന സേതുവിൻ്റെ വ്യർത്ഥമായ ജീവിതം. തിരികെ നാട്ടിലെത്തുമ്പോൾ എല്ലാം മാറിയിരിക്കുകയാണ്. കാലത്തിൻ്റെ മറുകര തേടുന്ന മനുഷ്യരുടെ നിരർത്ഥകമായ അന്വേഷണങ്ങളാണ്. സേതുവിൻ്റെ കൗമാരം മുതൽ യൗവനം വരെ കാലം പിന്തുടരുന്നുണ്ട്. സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. കഥാനായിക സുമിത്രയാണ് ഇത് പറയുന്നത്. ഈ വാചകത്തിൽ തന്നെ കാലത്തിൻ്റെ ഇതിവൃത്തവുമുണ്ട്.
കാലത്തെ അതിജീവിക്കുന്ന ഒരു സുന്ദര സൃഷ്ടിയാണിത്. എം ടിയുടെ മുൻ നോവലുകളായ നാലുകെട്ടും അസുരവിത്തും സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുൻപുള്ള സമയമാണ് പശ്ചാത്തലമെങ്കിൽ 50കളിലും 60കളിലുമാണ് കാലം സഞ്ചരിക്കുന്നത്. സ്ഥല പശ്ചാത്തലം നാലുകെട്ടിലും അസുരവിത്തിലും കണ്ടതുപോലെ തന്നെ ഉണ്ട്. കാവും കുളങ്ങളും നാട്ടുവഴികളും നാലുകെട്ടും. 1991 ഞാൻ ആദ്യമായി കാലം വായിക്കുന്നത്. അന്നത്തെ വായന അനുഭവം ഇപ്പോഴുമുണ്ട്. 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും മാറാതെ നിൽക്കുന്ന ആ വായനാനുഭവമുണ്ടല്ലോ, കാലം കാലാനുവൃത്തിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നും സേതുമാരുണ്ട്, സുമിത്രമാരുമുണ്ട്. സുമിത്രമാർ സേതുമാരോട് പറയുന്നുമുണ്ട്, സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. മാറുന്നത് പശ്ചാത്തലം മാത്രമാണ്, സന്ദർഭങ്ങൾ മാറുന്നില്ല. എം ടി ഒരേ സമയം അനുജനും ഗുരുനാഥനുമെന്ന് ഡോക്ടർ എം ലീലാവതി. തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള വരം ലഭിച്ചത് എം ടിക്ക് മാത്രമെന്നും അരനൂറ്റാണ്ടിലേറെ കാലമായി മലയാള സാഹിത്യത്തെ ഇഴപിരിച്ച് വിശകലനം ചെയ്യുന്ന നിരൂപക പ്രതിഭ എം ലീലാവതി ടീച്ചർ. പണ്ടൊരിക്കൽ എന്ന പോലെ അദ്ദേഹം വീണ്ടും രോഗശയ്യയിൽ നിന്ന് തിരിച്ചു വരും എന്നായിരുന്നു എൻ്റെ ആശ. അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നിഷ്ഠുരയായ നീതി അത് കേട്ടില്ല. അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അനുജനെ പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹം എനിക്കൊരു ഗുരുനാഥനെ പോലെ ഉള്ള അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ കാണുന്നത്. എന്തെന്നാൽ എനിക്ക് അത്രയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരിക്കുന്ന കാലത്ത് എഴുതി അയച്ച ഒരൊറ്റ ലേഖനം പോലും ഒരക്ഷരം മാറ്റാതെ പ്രസിദ്ധപ്പെടുത്തിയ ആൾ അദ്ദേഹം. അതിനുള്ള കൃതജ്ഞത എങ്ങനെ പ്രകാശിപ്പിക്കാനാണ്? അപ്പം അദ്ദേഹം എൻ്റെ ശിഷ്യൻ്റെ സ്ഥാനത്തിൽ നിൽക്കേണ്ട ആളാണ് പ്രായം കൊണ്ടെങ്കിലും. വാസ്തവത്തിൽ എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. എഴുതി സ്വയം മിനുസപ്പെടുത്തി എല്ലാ കൃതികളിലും പൂർണ്ണത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രതിഭയാണ് എം ടി. മലയാളിയുടെ 3 തലമുറയെ സർഗാത്മകമാക്കിയ സാഹിത്യ നിരൂപകൻ എം കെ സാനു. താൻ ഏത് മേഖലയിലാണോ വ്യാപരിക്കുന്നത് ആ മേഖലയോട് 100% കൂറ് പുലർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഥകൾ എഴുതുമ്പോൾ, നോവൽ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹം പരമാവധി അതിൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. എഴുതി വരുന്ന ഓരോ കഥയും അദ്ദേഹം നല്ലതുപോലെ മിനുസപ്പെട്ട് ചിന്തയും അത് പെർഫെക്റ്റ് ആക്കാതെ അദ്ദേഹം പുറത്തു വിടുകയില്ല. ലോകത്തിന് മുന്നിൽ മലയാള സാഹിത്യത്തെ അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് എം ടി എങ്കിൽ മലയാള സിനിമയുടെ ആഗോള മേൽവിലാസം അടൂർ ഗോപാലകൃഷ്ണനാണ്. അതിശയിപ്പിക്കുന്ന പ്രതിഭയെന്നാണ് അടൂർ എം ടിയെ വിശേഷിപ്പിച്ചത്. എം ടി വാസുദേവൻ നായർ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭ അത് വളരെ ആഴത്തിലും പരക്കെയും അങ്ങനെ വ്യാപിച്ചു കിടപ്പുണ്ട് പല രംഗങ്ങളിൽ. മലയാളത്തിലെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ മിക്ക സിനിമകളുടെയും പിന്നിൽ എം ടിയുടെ സംഭാവന ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ വിടുമായിരുന്ന പല സിനിമകൾക്കും ഒരു കേരളീയ രൂപവും ഒരു ആത്മാവും ജീവനും ഒക്കെ നൽകിയിട്ടുള്ളത് പലപ്പോഴും എം ടിയുടെ കരവിരുതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ സാഹിത്യ രൂപങ്ങളെ മാത്രമല്ല, നമ്മുടെ കലകളെ മാത്രമല്ല, അതിനപ്പുറം പോയി ആധുനിക കലാരൂപമായ ഏറ്റവും ആധുനിക കലാരൂപമായ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ വളരെ മൗലികമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ചിതയിൽ എരിഞ്ഞടങ്ങിയത് എം ടി വാസുദേവൻ നായരെന്ന മനുഷ്യന്റെ ശരീരം മാത്രമാണ്. ഒരു ചിതയ്ക്കും എരിക്കാൻ കഴിയാത്ത സൃഷ്ടികൾ അനശ്വരമായി നിൽക്കും. 20ാം നൂറ്റാണ്ടിൻ്റെ കേരളത്തെ അടയാളപ്പെടുത്താൻ അവയുണ്ടാകും എക്കാലവും. മലയാളി മനസ്സിൽ എം ടിയും. മലയാളിയുടെ സാഹിത്യ ജീവിതത്തെ പ്രകാശഭരിതമാക്കിയ, മലയാളത്തിൻ്റെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ മഹാസാഹിത്യകാരന് വിട.